ദൈവത്തിന് മഹത്വം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെ. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം ഒരുക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ വളരെ പ്രസക്തമായ പ്രാർത്ഥനയെക്കുറിച്ച് ഊന്നൽ നൽകുന്ന വാക്യ ഭാഗമാണ് നാം വായിച്ചത്. ആരെങ്കിലും നമ്മോട് കൂടുതൽ യാചിച്ചാൽ നമുക്ക് വെറുപ്പ് തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം തിരിച്ചാണ്. ദൈവം വാതിൽ തുറക്കുന്നത് വരെ മുട്ടണം എന്ന് കർത്താവ് പറയുന്നു. യാചിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് കൂടുതലാണ് അന്വേഷണത്തിന്. അതിനേക്കാൾ ബുദ്ധിമുട്ട് കൂടുതലാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക. യാചിക്കുന്നവൻ ഉത്തരം കിട്ടുന്നു, അന്വേഷിക്കുന്നവന് ഉത്തരം കണ്ടെത്തുന്നു, മുട്ടുന്നവന് വാതിൽ തുറക്കുന്നു. കർത്താവ് അതിനോട് ചേർന്ന് ഇവിടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാൻ ഭൂമിയിലുള്ള പിതാക്കന്മാരുടെ പരിമിതികളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. യേശു ഈ വാക്കുകൾ പറയുമ്പോൾ യോർദാൻ നദിയോട് ചേർന്ന മലമുകളിൽ ഇരുന്നു കൊണ്ടാണ് യോർദാൻ നദീതീരത്ത് കാണുന്ന 3 കാര്യങ്ങൾ ഉദാഹരണമായി എടുത്തു പറയുന്നത്. ഒരമ്മയോടൊപ്പം ഇരുന്ന കുഞ്ഞ് വിശക്കുമ്പോൾ യോർദാൻ നദീതീരത്ത് ഒഴുക്കിൽപ്പെട്ട് ഉരുണ്ടും പരന്നും കിടക്കുന്ന മാർബിൾ വെള്ളക്കല്ലുകൾ കണ്ട് അത് അപ്പമാണെന്ന് വിചാരിച്ച് അപ്പം ചോദിച്ച് കരയുന്ന കുട്ടിക്ക് ആ അമ്മ, മാതാപിതാക്കൾ കുഞ്ഞിന് ആ കല്ല് കൊടുക്കില്ല. അവർക്കറിയാം അത് കൊടുത്താൽ കുഞ്ഞ് അത് കടിക്കും, പല്ല് തകരും. നാം ചോദിക്കുന്നതിൽ പലതും ലഭിച്ചാൽ അത് ഗുണകരമല്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അത് തരുന്നില്ല, നമുക്കാവശ്യമായത് തരുന്നു. നദീതീരത്തിരിക്കുന്ന പൈതൽ വെള്ളത്തിൽ കണ്ട പാമ്പ് മീനാണെന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുകയാണ്. എനിക്ക് മീൻ വേണം. എന്നാൽ അത് പാമ്പാണെന്നറിയുന്ന മാതാപിതാക്കൾ അതിൻ്റെ അപകടവശം അറിയാവുന്നത് കൊണ്ട് കൊടുക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കുന്നത് അതുപോലെ. നമുക്കെപ്പോഴും നല്ല ദാനങ്ങളെയാണ് ദൈവം തരുന്നത്. ഈ വാക്യത്തിൽ മുട്ട ചോദിച്ചാൽ തേളോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ലൂക്കോസിൽ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നദീതീരത്തെ കുറ്റിക്കാടുകളിൽ ഇരപിടിക്കുവാനായി കാത്തിരിക്കുന്ന ഒരുതരം വലിയ വെളുത്ത തേളുകൾ ചുരുണ്ടുകൂടി ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് മുട്ടയാണെന്ന് തോന്നുന്നുള്ളൂ. വിശക്കുന്ന കുഞ്ഞ് അതിനെ കണ്ടിട്ട് മുട്ട എന്ന് പറയുന്നു. എന്നാൽ അതിനെ കൊടുത്തിട്ട് കുഞ്ഞിന് ദോഷം സംഭവിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നമ്മുടെ അജ്ഞതയ്ക്ക് തക്കവണ്ണമല്ല, ദൈവത്തിൻ്റെ അപ്രമേയ ജ്ഞാനത്തിന് ഒത്തവണ്ണമായിരിക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക. ചോദിച്ചതനുസരിച്ചല്ല,
ആവശ്യം മനസ്സിലാക്കി വിശപ്പിന് ഉതകുന്ന ആഹാരം മാതാപിതാക്കൾ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ കർത്താവും അപ്പവും മീനും മുട്ടയുമല്ല, ആവശ്യം എന്താണെന്ന് അറിഞ്ഞു തരും. സ്വർഗവാതിൽ തുറക്കാനുള്ള താക്കോൽ മുട്ടുക, അന്വേഷിക്കുക, യാചിക്കുക എന്നതാണ്. നമുക്കുള്ള അനുഗ്രഹങ്ങൾ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് പ്രാർത്ഥനയുടെ അകലത്തിലാണ്. അതുകൊണ്ട് തുറക്കുന്നത് വരെ മുട്ടുക, യാചിക്കുക. അവൻ നന്മ എത്ര അധികം തരും. സ്നേഹിക്കുന്ന പിതാവ്, ജ്ഞാനമുള്ള പിതാവ്, ധാരാളം തരുവാൻ ശക്തിയുള്ള പിതാവ് നമുക്ക് അനുഗ്രഹങ്ങളെ തരും. കർത്താവേ, ഈ ദിവസം ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ച് സ്വർഗീയമായ കരുതൽ നൽകി പ്രാർത്ഥനയുടെ മറുപടികൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.